സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു മാസത്തിലേറെയായ അനിശ്ചിതകാല സമരം നടത്തുന്ന ആശാ വർക്കർമാരുമായി സർക്കാർ രണ്ടാമത് നടത്തിയ ചർച്ചയും പരാജയം. NHM ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ സമരസമിതി നേതാക്കളുമായി നടത്തിയ ചർച്ചയാണ് പരാജയപ്പെട്ടത്. ആശമാർ ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും ചർച്ച ചെയ്യാനോ തീരുമാനമെടുക്കാനോ അധികൃതർ തയ്യാറായില്ലെന്ന് ചർച്ചയ്ക്ക് ശേഷം സമരസമിതി നേതാക്കൾ അറിയിച്ചു. അതേസമയം മന്ത്രി വീണ ജോർജ് ഈ സമരസമിതി നേതാക്കളുമായി ചർച്ച നടത്തും എന്ന ചില പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിനിടെ നാളെ മുതൽ സമരം കൂടുതൽ ശക്തമാക്കുകയാണ്. നിരാഹാര സമര മാർഗത്തിലേക്ക് ഈ സമരസമിതി കടക്കുന്നു എന്ന വിവരങ്ങളുമുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നു വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, എന്തായാലും ഈ സർക്കാരുമായി നടത്തിയ രണ്ടാം ഘട്ട ചർച്ചയും പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഈ ആശാവർക്കർമാരുടെ സമരം ചെയ്യുന്നവരുടെ തീരുമാനം എന്താണ്? വൈകാരികമായ രംഗങ്ങൾക്കാണ് ഈ 38ാം ദിവസത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ ഈ ആശാ വർക്കർമാരുടെ സമരപ്പന്തൽ വേദിയായി മാറുന്നത്. രാവിലെ NHM ഡയറക്ടറുമായി നടത്തിയ ചർച്ചയിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയോടെ സമരസമിതി നേതാക്കളടക്കം ഈ ചർച്ചയ്ക്ക് പോയെങ്കിലും അവർ പറഞ്ഞത് കേട്ടു എന്നതൊഴിച്ചാൽ മറ്റ് നടപടികളിലേക്കൊന്നും കടക്കാനോ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ആവശ്യങ്ങളിൽ ഒരു നിലപാട് പറയാനോ അവർക്ക് കഴിയാതെ പോയതോടെയാണ് ചർച്ച പരാജയപ്പെടുകയും സമരം മൂന്നാം ഘട്ടത്തിൽ കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയും ചെയ്തത്. കരഞ്ഞുകൊണ്ടാണ് ആശാ വർക്കർമാർ ഈ ചർച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വന്നത്. ഇപ്പോഴും അവർ അതേ വൈകാരിക അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഈ തീരുമാനത്തോട് പ്രതികരിക്കുകയും ചെയ്യുന്നത്. വലിയ പ്രതീക്ഷയോടെയായിരുന്നു എല്ലാവരും അവിടേക്ക് എത്തിയത്. പക്ഷേ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെയായിരിക്കും തുടർന്നങ്ങോട്ട് ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം? തുടർന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് നേടിയെടുത്തിട്ടേ ഇനി ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ജോലി ഇന്ന് പിരിച്ചു വിടുവാണെങ്കിൽ അത് ഞങ്ങൾ പോകും, ഞങ്ങൾ സന്തോഷത്തോടെ പോകും. പക്ഷെ ഞങ്ങൾ നേടിയെടുത്ത് ഞങ്ങൾ ഇവിടെ നിരാഹാരം കിടന്നിട്ടെങ്കിലും അവരുടെ കണ്ണു തുറക്കുമെങ്കിൽ ഞങ്ങൾ നാളെ മുതൽ നിരാഹാരം ഇരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ. കാരണം 18 വർഷമായിട്ട് ഞങ്ങൾ ഇവർക്ക് വേണ്ടി ജോലി ചെയ്ത് ഞങ്ങളുടെ ആരോഗ്യം മൊത്തം പോയിട്ടിരിക്കുകയാണ്. ഈ 38 ദിവസം ഈ രാപകലില്ലാതെ ഞങ്ങൾ ഇവിടെ വന്ന് ഇത്രയും അമ്മമാര് എല്ലാവരും സ്ത്രീകളല്ലേ, അവർ അതൊന്നും പരിഗണിക്കാത്ത എന്താ? വേറൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇപ്പൊ ഇത്രയേ തരാനുള്ളൂ എന്ന് പറഞ്ഞൊരു 5 ദിവസത്തിനകത്ത് വിളിച്ച് ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ സന്തോഷത്തോടെ പോകുമായിരുന്നു. ഇത്രയും ചോദിക്കുന്നെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ ഒരു 5 ദിവസത്തിനകത്ത് ഞങ്ങൾക്ക് ഇപ്പൊ ഇത്രേ തരാനുള്ളൂ, നിങ്ങൾ പോണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായേനെ. പക്ഷെ ഇനി ഞങ്ങൾ ഇത് നേടിയെടുത്തിട്ടേ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് നേടിയെടുത്തിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. അല്ലെ ഞങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പോട്ടെ, ഞങ്ങൾക്ക് അതിലൊരു വിഷമം, ഞങ്ങൾ ഇനി അതിലൊന്നും ചിന്തിക്കുന്നില്ല. ആദ്യം അവരൊരു ചർച്ചയ്ക്ക് അനുഭാവപൂർണ്ണം വിളിക്കാൻ തയ്യാറാകാഞ്ഞതുകൊണ്ടാണോ ഇതിങ്ങനെ കടുപ്പിക്കുന്ന ഒരു സാഹചര്യം? അതാണോ പറയുന്നത്? അതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവര് 21,000 തരാന്ന് പറഞ്ഞതല്ലേ, തരാന്ന് പറഞ്ഞ പൈസയില് നമ്മൾ കേൾക്കുന്നുള്ളൂ, കൂടുതൽ കേൾക്കുന്നില്ലല്ലോ. അവര് നമുക്ക് 21,000 ശമ്പളം തരാന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തുകൊണ്ട് അവർക്ക് തന്നൂടാ? തരാമെന്നല്ല, അതായത് നിങ്ങൾ ആ മുമ്പോട്ട് വെച്ച ഒരു ആവശ്യം ആദ്യം അവർ തരാന്ന് പറഞ്ഞില്ലേ, നമുക്ക് 21,000 ശമ്പളം തരാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തുകൊണ്ടെന്നല്ലേ തന്നില്ല? ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം ചർച്ച നടക്കും. അത് വിളിച്ചിട്ട് അനുഭവപൂർണ്ണം എന്ന് പറയുന്നതല്ലാതെ നമ്മളെ ആരോഗ്യമന്ത്രി അനുഭവപൂർണ്ണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിച്ചു തരുന്നില്ല. പിന്നെ ഈ അനുഭവപൂർണ്ണം എന്ന് പറയുന്നത് എന്തിനാണെന്നാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. ആരോഗ്യമന്ത്രി അതൊന്ന് വിശദീകരിച്ചെന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നിങ്ങൾ എങ്ങനെയായിരിക്കും ഇതുമായിട്ട് മുമ്പോട്ട് പോകുന്നത്? ഞങ്ങൾ സമരത്തിലൂടെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. നാളെ നമ്മൾ നിരാഹാരം തുടങ്ങുകയാണ്. ഞങ്ങളിത് നേടിയെടുത്തിട്ടേ പോവുള്ളൂ. പക്ഷെ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ ഇന്ന് തന്നെ ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. വെറുതെ വാക്കിലൂടെ പറഞ്ഞാൽ പോരാ, ഞങ്ങൾക്കതൊരു ഉത്തരവായിട്ട് തന്നെ വേണം, അല്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണ് അവരുടെ പ്രതികരണം. വീണ ജോർജുമായി നടക്കുന്ന രണ്ടാം ഘട്ട ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്ന പരിഹാരത്തിന് സാധ്യത ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആശാ വർക്കർമാർ. നിയമസഭയിലെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചായിരിക്കും, നിയമസഭയ്ക്കകത്ത് വെച്ചായിരിക്കും ആശാ വർക്കർമാരുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തുകയെന്നാണ് വിവരം. അല്പസമയത്തിനകം ഈ ചർച്ച നടക്കും. അതിൽ ഏത് തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് നീക്കമായിരിക്കും ആരോഗ്യ വകുപ്പിന്റെയും സർക്കാരിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നതാണ് ഇനി അറിയാനുള്ളത്. ഡാൻ, ഈ സമരസമിതിയുടെ ഒരു പ്രതീക്ഷ എന്താണ്? പ്രത്യേകിച്ച് മന്ത്രി നേരിട്ട് ചർച്ചയ്ക്ക് വിളിച്ചൊരു സാഹചര്യത്തിൽ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇനി ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നാളെ മുതൽ ഏത് രീതിയിലുള്ള ഒരു സമരമാർഗം, പ്രത്യേകിച്ചും ഇതുവരെയും നടത്തി വന്നിരുന്ന സമരത്തിൽ നിന്നും വ്യത്യസ്തമായി നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നു, അതായത് അതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും? ആ സമര രീതിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും?
ഭക്ഷണം കഴിക്കാതെ അവർ ആ സമരം കടുപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് മാറുമെന്ന് തന്നെയാണ് നിരാഹാരത്തിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അത് നാളെ രാവിലെ 11 മണിക്ക് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് അവർ കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രാവിലെ 11 മണി മുതലായിരിക്കും 3ാം ഘട്ട സമരത്തിന്റെ ഭാഗമായി ഈ സെക്രട്ടേറിയറ്റ് നടയിലെ സമരവേദിയിൽ നിരാഹാര സമരം ആരംഭിക്കുക. ആദ്യഘട്ടത്തിൽ 3 പേർ സമരമിരിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ചർച്ച പരാജയപ്പെടുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടാകുന്നതെങ്കിൽ കൂടുതൽ ആളുകൾ സമാന സ്വഭാവത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്താനാണ് സാധ്യതയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം പ്രതിപക്ഷ കക്ഷികൾ ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഏത് തരത്തിലായിരിക്കും ഇതിന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാകുക, ഈ തുടർ പ്രകമ്പനങ്ങൾ അത് നിയമസഭയ്ക്കുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം പുറത്ത് മറ്റ് മഹിളാ സംഘടനകൾ ഈ ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി ഇവിടേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് സർക്കാർ അനുനയ നീക്കങ്ങളുടേതെന്ന സൂചന നൽകുന്ന തരത്തിൽ 2 വട്ടം ചർച്ചയ്ക്ക് തയ്യാറാകുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങളെത്തുകയും NHM ഡയറക്ടറുമായി രാവിലെ ചർച്ച നടക്കുകയും അതിനുശേഷം ഇപ്പോൾ ആ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ ആരോഗ്യമന്ത്രി തന്നെ ആശാ വർക്കർമാരെ ഈ ചർച്ചയ്ക്ക് വേണ്ടി വിളിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ ചർച്ച നടക്കും. വൈകാതെ വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരണം നൽകിയത്. ഇന്നും അല്പസമയത്തിനകം 3 മണിക്ക് ആരോഗ്യമന്ത്രി ഈ ആശാ വർക്കർമാരുമായി സമരസമിതിയുമായി ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചയെ പ്രതീക്ഷയോടെയാണ് ഈ സമരസമിതി കാണുന്നത്.